പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭത്തെ തുടർന്ന് പാക് സൈന്യത്തിലും കലാപം. ജനറൽ ഷഹീദ് ഇംതിയാസ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് രാജി. പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദർശ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ആദർശ്, എന്താണ് സംഭവിക്കുന്നത്? ആദർശ്, കേൾക്കാമോ? ഹലോ. യെസ് ആദർശ്, എന്താണ് സംഭവിക്കുന്നത്? വിശദാംശങ്ങൾ. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭത്തെ തുടർന്ന് പാക് സൈന്യത്തിലും കലാപം. ജനറൽ ഷഹീദ് ഇംതിയാസ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് രാജി. പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. ആദർശ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. യെസ് ആദർശ്, എന്തായാലും പാക് സൈന്യത്തിൽ കലാപം, ഇതുമായി ബന്ധപ്പെട്ട ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട്. ജനറൽ ഷാഹിദ് ഇംതിയാസ് സൈന്യത്തിൽ നിന്ന് രാജിവെക്കുക മാത്രമല്ല, പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ ഇതിനെ? അൽനമ്പ്യാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് പാക് സൈന്യത്തിൽ ഇപ്പോൾ ഉടലെടുക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത്. കാരണം പാക് സൈന്യത്തെ ഉപയോഗിച്ചാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭത്തെ പാക് ഭരണകൂടം അടിച്ചമർത്തത്. അപ്പോഴാണ് ഈ സൈന്യത്തിലെ തന്നെ ഉന്നതനായ ഒരു വ്യക്തി, അദ്ദേഹം പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആളാണ്, ജനറൽ ഷഹീദ് ഇംതിയാസ്. അദ്ദേഹം രാജിവെച്ചുകൊണ്ട് പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ പാക് സൈന്യത്തിൽ രൂപം കൊള്ളുന്ന ഈ ഒരു അഭിപ്രായ ഭിന്നത തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, പാക് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പ്രതിസന്ധിയാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ഈ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങൾ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യവുമായി തെരുവിലിറങ്ങുകയും ആസാദി മുദ്രാവാക്യങ്ങളാണ് ജനങ്ങൾ മുഴക്കുകയും ചെയ്യുന്നത്. അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ ഒരു പ്രതിഷേധം അത് പാക് ഭരണകൂടത്തിനും പാക് സൈന്യത്തിനും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. 200-ലേറെ പേർ ഈ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടു. എന്നിട്ടും ജനങ്ങൾ തെരുവിലിറങ്ങി പാക് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് നടത്തുന്നത്. പാക് സൈന്യത്തെ ഉപയോഗിച്ചാണ് ഈ പ്രക്ഷോഭകരെ പാക് ഭരണകൂടം അടിച്ചമർത്തുന്നത്. എന്നാൽ സൈന്യത്തെ നേരിടുന്നവാൻ പോലും തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങി പാക് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്. അൽനമ്പ്യാർ. യെസ്, പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സൈന്യത്തിൽ വലിയ കലാപം. പാകിസ്ഥാൻ സേനയിൽ നിന്ന് ഒരു ജനറൽ ഷഹീദ് ഇംതിയാസ് രാജിവെച്ചിരിക്കുന്നു. രാജിവെക്കുക മാത്രമല്ല, അദ്ദേഹം ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി എന്നുള്ളതാണ്.